ഹലോ ഹായ് നമസ്കാരം. ബ്രൊമാൻസ് എന്ന സിനിമ കണ്ടു. അരുൺ ഡി ജോസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അർജുൻ അശോകൻ, മാത്യു തോമസ്, കലാഭവൻ ഷാജോൻ, മഹിമ നമ്പ്യാർ, ശ്യാം മോഹൻ, സംഗീത് പ്രതാപ്, ബിനു പപ്പു എന്നിവരാണ് ഈ സിനിമയിലെ പ്രധാന താരങ്ങൾ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ ഫൺ മൂവി ആയിട്ടാണ് സിനിമ എനിക്ക് അനുഭവപ്പെട്ടത്. കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് ഈ സിനിമ കഥ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ബോറടി ഇല്ലാതെ നമുക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അത്യാവശ്യം ചില ഇടങ്ങളിൽ നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട് സിനിമ. കുറച്ചിടങ്ങളിൽ ഫ്ലാറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല സിനിമ. നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ കണ്ടിരിക്കാം. ഈ സിനിമയുടെ മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്റ്റോറിയാണ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ആ സ്ക്രീൻ പ്ലേ ഇവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ കോമഡി കൂടി വന്നു കഴിയുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ഈ ഫിലിം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അർജുൻ അശോകനും മാത്യു തോമസുമാണ് ഈ സിനിമയിലെ മെയിൻ ലീഡ് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു. മാത്യു തോമസിന്റെ നമ്മൾ കുറച്ച് കാലമായിട്ട് പുള്ളിയുടെ ഫിലിമിൽ ഒരു സ്ഥിരം പാറ്റേൺ ആണ് പുള്ളി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ഇംപ്രവൈസ് ആയിട്ട് ഈ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ഒരു ആങ്കർ ഇഷ്യൂസ് ഉള്ള ഒരു ക്യാരക്ടറാണ് മാത്യു തോമസിന്റെ. പുള്ളി നല്ല രീതിയിൽ തന്നെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. അർജുൻ അശോകന്റെ പെർഫോമൻസും കൊള്ളായിരുന്നു. പുള്ളി സ്റ്റാർട്ടിങ്ങിലൊക്കെ ഒരു പാവമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ പുള്ളി ക്യാരക്ടർ ഒന്ന് ഷിഫ്റ്റ് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളിയെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ വരുമ്പോൾ ഈ ഒരു ക്യാരക്ടർ ചേഞ്ച് ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്ലൈമാക്സ് ഫൈറ്റിനൊക്കെ. പിന്നെ നായികയായിട്ട് വരുന്ന മഹിമ നമ്പ്യാരും ഓക്കെ ആയിരുന്നു. ലുക്ക് കൊണ്ടും വർക്ക് കൊണ്ടും ഓക്കെ ആയിരുന്നു. അധികം പെർഫോം ചെയ്യാനുള്ള സ്പേസ് കുറവായിരുന്നെങ്കിലും ഉള്ളതൊക്കെ അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ കാസർഗോഡ് ഭാഷ പറയുന്ന സീൻസൊക്കെ നല്ല ഇമ്പാക്റ്റ് ആയിരുന്നു ഫിലിമിൽ. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട രണ്ട് കഥാപാത്രങ്ങൾ, ഒന്ന് നമ്മുടെ സംഗീത് പ്രതാപ് ചെയ്ത ഹാക്കറിന്റെ റോളാണ്. പുള്ളിയാണ് ഈ ഫിലിമിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യുന്നത്. സിനിമയിൽ കൂടുതൽ എൻജോയ് ചെയ്ത പുള്ളിയുടെ ക്യാരക്ടറും പുള്ളിയുടെ ഡയലോഗ് ഡെലിവറിയും പ്രസന്റേഷനൊക്കെ ആയിരുന്നു. അടിപൊളിയായിട്ട് തന്നെ സംഗീത് പ്രതാപ് വർക്ക് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത് പുള്ളിക്കാണ്. രണ്ടാമത്തേത് നമ്മുടെ കലാഭവൻ ഷാജോൻ അവതരിപ്പിച്ച കഥാപാത്രമാണ്. ഡോൺലി എന്ന് വിളിക്കുന്ന ഒരു ഗുണ്ടയാണ്. പുള്ളിയുടെ നല്ല ഇമ്പാക്റ്റ് ഉള്ള പെർഫോമൻസ് ആയിരുന്നു. പുള്ളിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു എന്ത് പ്രശ്നം വന്നാലും പുള്ളിനെ കൊണ്ട് നേരിടാൻ പറ്റും എന്നുള്ളത് പുള്ളിയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല രസമായിട്ട് തന്നെ ഷാജോൺ ആ വേഷം ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ബിനു പപ്പും ശ്യാം മോഹനുമാണ്. അവരും അവർക്ക് കിട്ടിയ കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോവിന്ദ് വസന്തയാണ്. സോങ്സ് ഒക്കെ ഓക്കെ ആയിരുന്നു. ആ സിനിമയുടെ ഒരു വൈബ് പിടിച്ചിട്ടുള്ള സോങ്സ് തന്നെയായിരുന്നു. BGM അടിപൊളിയായിരുന്നു. അഖിൽ ജോർജിന്റെ ക്യാമറ വർക്കും നന്നായിരുന്നു. നമ്മളൊരു ന്യൂ ജനറേഷൻ വൈബ് ഫിലിം കാണുന്ന ഒരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടായിരുന്നു. ഓരോ ഷോട്ടും ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന നല്ല കളേഴ്സ്, കളർ ഗ്രേഡിങ് എല്ലാം അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ചമൻ ചാക്കോയുടെ എഡിറ്റിംഗ്. നല്ല ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഫിലിം പോകുന്നത്. ഒരു ലാഗ് നമുക്കൊരു സ്ഥലത്ത് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുപോലെയാണ് ഈ ഫിലിം എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല വർക്ക് തന്നെയായിരുന്നു. ഇതൊരു ഗംഭീര സിനിമയാണ്, മസ്റ്റ് വാച്ച് കോമഡി മൂവിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി, തമാശയൊക്കെ കണ്ടിങ്ങനെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കണ്ടിറങ്ങാവുന്ന ഒരു സിനിമ. അപ്പോൾ ഇതാണ് ബ്രൊമാൻസ് എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.